അബ്ദുൾ റഷീദ്, ഗുഡ് മോർണിംഗ്. ഇതെവിടെയാണ് നിൽക്കുന്നത്? കേരളത്തിന് പുറത്ത് രാജ്യതലസ്ഥാനത്ത് അക്ഷരം എഴുതാനുള്ള തിരക്ക് എങ്ങനെയുണ്ട്? ഗുഡ് മോർണിംഗ് മനു, എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുകയാണ്. ദില്ലിയിൽ നിന്നും വിജയദശമി ആഘോഷങ്ങൾ ദില്ലിയിൽ വളരെ വിപുലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ദില്ലിയിലെ ഏറെ പ്രശസ്തമായിട്ടുള്ള മലയാളികൾ എല്ലാ ആഘോഷങ്ങൾക്കും ഒത്തുചേരുന്ന മയൂർ വിഹാർ ഫേസ് 1-ലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാനായി നിരവധി കുഞ്ഞുങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം ഏറെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ ഇരിക്കുന്നത് കാണാം. വളരെ ക്ഷമയോടുകൂടിയാണ് കുട്ടികളൊക്കെ തന്നെയും കാത്തിരിക്കുന്നത്. എന്തായാലും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കാൻ നിരവധി കുട്ടികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവിടെ രക്ഷിതാക്കളും ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും 100-ലധികം കുരുന്നുകളാണ് ഇവിടെ ഇന്ന് ആദ്യാക്ഷരം കുറിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ആദ്യാക്ഷരം കുറിക്കൽ വിദ്യാരംഭം ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. നിലവിൽ നിരവധി ഈ ആഘോഷ ദിനത്തിൻ്റെ ഭാഗമായുള്ള പ്രാഥമിക ചടങ്ങുകളും അതോടൊപ്പം പൂജകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ നിരവധി കുട്ടികൾ അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളൊക്കെ തന്നെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദില്ലിയിലെ പ്രത്യേകത എന്ന് പറയുന്നത് മറുനാടൻ മലയാളികൾക്ക് പുറമെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഹരിയാന, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലെ ആളുകളും അതോടൊപ്പം തന്നെ കുരുന്നുകളൊക്കെ തന്നെയും ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തുന്നു, ഈ ക്ഷേത്രത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി പേരും ഇന്ന് ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഭാഷ അതോടൊപ്പം സംസ്ഥാനത്തിനൊരു വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ആഘോഷങ്ങളും ദില്ലിയിൽ ഒരുപോലെ കൊണ്ടാടുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ രസകരമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ തന്നെയും അവരുടെ ഒരു ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വിജയദശമി ആഘോഷമാണ്. നാട്ടിൽ നിന്നും മാറി നിൽക്കുമ്പം ഒരു വിഷമമുണ്ടെങ്കിൽ പോലും ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ആഘോഷിക്കുന്നത്. സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഇവിടെ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെയാണ്. അതുകൊണ്ട് മോനെ കൊണ്ട് ഇവിടെ നിന്ന് എഴുതിക്കാന്ന് വിചാരിച്ചു. എന്താണ് മോന്റെ പേരെന്താ? കേദാറാണ്. കേദാർനാഥ്. എഴുതാൻ വന്നതാണെന്ന് പറ. എഴുതാൻ മനു, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികളൊക്കെ തന്നെയും വളരെ ഉത്സാഹത്തോടെയാണ്. അതേസമയം ചില ആശങ്കകൾ കൂടി കുട്ടികൾക്കുണ്ട്. ആദ്യമായി ക്ഷേത്രത്തിൽ എത്തുന്ന ആളുകളുണ്ട്, ഈ ചടങ്ങുകൾ എന്താണ് എന്ന് അറിയാത്ത ആളുകളുണ്ട്. എങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കുട്ടികളും ഈ ചടങ്ങിന് എത്തുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇത്തരത്തിൽ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള പൂജകളും കർമ്മങ്ങളുമാണ് നടക്കുന്നതിന് ശേഷമായിരിക്കും ഈ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ഈ ഹാളിൽ നടക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 150ഓളം കുരുന്നുകളെയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷവും രജിസ്റ്റർ ചെയ്യാത്ത നിരവധിയായിട്ടുള്ള കുഞ്ഞുങ്ങളും കുടുംബവും ഇവിടെ എത്തുകയും അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്യും. തീർച്ചയായും ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് എഴുതാൻ തോന്നുന്നുണ്ടോ റഷീദ? ഞാനത് തുടക്കത്തിൽ പറയണമെന്ന് കരുതിയിരുന്നു. നമ്മളിങ്ങനെ എഴുതിയിട്ടില്ല. ഇവിടെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഒന്നുകൂടി എഴുത്തിന് ഇരിക്കാമായിരുന്നു എന്നുള്ളൊരു ആലോചന വരുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം, ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത്. നാട്ടിലല്ലെങ്കിൽ പോലും ഇത്തരം പരിപാടികളൊക്കെ തന്നെയും നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാനും എഴുതും മനു. തീർച്ചയായും. ഇപ്പോൾ എഴുതി അക്ഷരമൊക്കെ ഒന്നുകൂടി ഓർത്തെടുത്ത് വാ. കേട്ടോ, ദില്ലിയിൽ നിൽക്കുമ്പോൾ ഹിന്ദിയാണല്ലോ എപ്പോഴും കാണുന്നത്. നമ്മുടെ മലയാളം കൂടി ഒന്ന് ഓർത്തെടുത്തോളൂ. ഓക്കെ, താങ്ക് യു.